തൊടുപുഴയിൽ ജോലിക്കിടയിൽ മദ്യപിച്ചെത്തിയെന്ന് ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. CPM ലോക്കൽ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെ 8 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയുമാണ് കേസ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന്റെ പ്രദർശനം നടന്ന തൊടുപുഴ മങ്ങാട്ടുകവലയിലാണ് കേസിനാസ്പദമായ സംഭവം. മത്സരം അവസാനിക്കുന്നതിന് മുമ്പ് പ്രദർശനം നിർത്താൻ കരുവണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ SI NS റോയ് ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലാണ് SIയും കൂടെയുണ്ടായിരുന്ന CPOയും മദ്യപിച്ചിട്ടുണ്ടെന്ന പരാതി ഉയർന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുകയും ചെയ്തു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI സ്ഥലത്തെത്തിയതോടെ ഉദ്യോഗസ്ഥരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യമുയർന്നു. CI നടത്തിയ പരിശോധനയിൽ ഔദ്യോഗിക വാഹനത്തിൽ നിന്നും കാലിയായ മദ്യക്കുപ്പിയും നിരോധിത പുകയില ഉൽപ്പന്നവും കണ്ടെടുത്തു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ S ശരത്ത്, CPM ലോക്കൽ സെക്രട്ടറി ലിനു ജോസ് തുടങ്ങി 8 പേരാണ് പ്രതികൾ. കൂടാതെ കണ്ടാലറിയാവുന്ന 200 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വാഹനത്തിൽ CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ മദ്യക്കുപ്പിയും ഹാൻഡ്സ് പാക്കറ്റും നിക്ഷേപിച്ചുവെന്നും FIRൽ പറയുന്നു. പോലീസ് ആടിനെ പട്ടിയാക്കുകയാണെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. തൂഫാൻ ഉൾപ്പെടെ വലിയ ലഹരി വേട്ട നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മദ്യപിക്കുകയും മദ്യക്കുപ്പിയുമായി വാഹനത്തിൽ വരികയും ചെയ്യുകയാണ്. അത് വാഹനത്തിൽ നിന്ന് കൈയോടെ സ്ഥലം CI വന്ന് പിടിച്ചെടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് പിന്നെ കണ്ടെത്തുന്നത് നിരോധിത പുകയില ഉൽപ്പന്നവും അതുപോലെ ചീട്ടുമാണ്. അപ്പോൾ ഈ ചൂതുകളിയും അതുപോലെ തന്നെ മദ്യപാനവും ഈ നിരോധിത ലഹരികളുടെ ഉപയോഗവുമെല്ലാം ഒരു പോലീസ് വാഹനത്തിനകത്ത് പോലും നടക്കുന്നു എന്നുള്ള സ്ഥിതി ഈ സംസ്ഥാനത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇയാൾ നിരന്തരമായി ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ ലഹരി മാഫിയയ്ക്ക് ഉൾപ്പെടെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് NS റോയ് എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വകുപ്പുതല അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിലും പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. അതിനു മുമ്പ് തിടുക്കപ്പെട്ട് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തത് അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.